ആൺകുട്ടികളുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവരെയൊക്കെ നമ്മൾ സൈഡ് സീനൊക്കെ കാണുമ്പോൾ ഇവർ ഈ കമ്പിയിലൊക്കെ പിടിച്ച് ചിലപ്പോൾ ഒന്ന് എക്സസൈസൊക്കെ ചെയ്തെന്ന് വരും. കരിമീനും കല്ലുമേക്കായ കക്കായ കക്കായ രണ്ടും രണ്ടാണ്. കല്ലുമേക്ക വലുതാണ്. ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അധികം ആൾക്കാരെ ഒരു കാര്യം ചെയ്ത് നമ്മുടെ ആ യൂണിവേഴ്സിറ്റി പോയിട്ട് അവിടെ നല്ല സിംഗിൾസ് കിട്ടും. ഏറ്റവും കൂടിയ ബോൾ എത്ര ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടാവും. ആരും വലിച്ചെറിയരുത്. അതെല്ലാം പെനാൽറ്റി അടിക്കുന്ന പലയിടത്തും ക്യാമറകൾക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ ആൺകുട്ടികളുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവരെയൊക്കെ നമ്മൾ സൈഡ് സീനൊക്കെ കാണുമ്പോൾ ഇവർ ഈ കമ്പിയിലൊക്കെ പിടിച്ച് ചിലപ്പോൾ ഒന്ന് എക്സസൈസൊക്കെ ചെയ്തെന്ന് വരും. അവരും സന്തോഷിക്കുക. അത് അപകടത്തിലേക്ക് പോകും. സ്പെഷ്യൽ വേണ്ടവർ പറയണം. കരിമീൻ ഫ്രൈ ആണ്, കക്ക തോരനാണ്, കപ്പയും മീൻകറിയും കൂടെ ചേർത്താണ്, ചെമ്മീൻ മസാലയാണ്, ചിക്കൻ ഫ്രൈ ആണ്, ബീഫ് മസാലയാണ്, കല്ലുമേക്കായ് മസാലയാണ്, നെത്തോലി ഫ്രൈ ആണ്, കരിമീനും കല്ലുമേക്കായ കക്കായ കക്കായ രണ്ടും രണ്ടാണ്. കല്ലുമേക്ക വലുതാണ്. 4 മീൽസിൻ്റെ എണ്ണം പറഞ്ഞു. കല്ലുമേക്കായും കക്കായും രണ്ടാണ്. യെസ്, കേൾക്കട്ടോ. ഇത്തിരി കോസ്റ്റ്ലിയാണ് സാധനം. മുരിങ്ങ ഇറച്ചി വെരി ഡെലിഷ്യസ് ആൻഡ് കോസ്റ്റ്ലി. ദൈവം മൂവ് ചെയ്യാൻ റോബോസിൽ ഇട്ടിട്ടുണ്ട്. അത് എല്ലാം ഇന്ധനമൊക്കെ നിറയ്ക്കണം. ലോങ്ങല്ല, ഏകദേശം 6 hours ജേണിയാണ്. ഇടയ്ക്ക് നമ്മുടെ വണ്ടിക്കകത്ത് പെട്രോൾ അടിക്കാനൊന്നും വകുപ്പില്ല. ഇതിനകത്ത് എന്തെങ്കിലും സൂക്ഷിച്ച് കരുതി കൊണ്ടുപോവുകയാണ്. യാത്രയുടെ ഭാഗം അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണെന്ന് നേരത്തെ പറഞ്ഞു. അഡ്വഞ്ചർ പാർക്ക് എന്നൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആണ് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കാണുന്ന ടവറുകൾ കാണുന്നത്. അവിടെയാണ് ആശ്രമം കൊല്ലത്തെ ഏറ്റവും വലിയ മൈതാനം. വാക്കിങ്, ജോഗിങ്, മറ്റു കാര്യങ്ങളൊക്കെ രാവിലെ 4:30-5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ഈവനിങ്ങിലും അവിടെ നടക്കാറുണ്ട്, ഓടുന്നവരുണ്ട്. അതൊരു പ്രത്യേക ഇതിനകത്ത് മദ്യമില്ല. കേരളത്തിൻ്റെ സാധനമാണ്. പ്രൈവറ്റ് വാഹനങ്ങളിലും ബോട്ടുകളിലും ഒന്നുമില്ല. ഇതിനകത്ത് സോഫ്റ്റ് ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഹോട്ടും അങ്ങനെയുള്ള ഒന്നുമില്ല. ഈവൻ ബിയർ പോലും ഇല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് നമ്മൾ കാം ആൻഡ് കൂൾ അറ്റ്മോസ്ഫിയറിൽ പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇതിനകത്ത് കൂടുതലും വരുന്നത്. അത് ആദ്യം എല്ലാവരുടെയും സീറ്റ് നമ്പർ മറ്റുള്ളവർ കുറിച്ചെടുത്ത് വൃത്തിയായി വേണ്ട ഓർഡേഴ്സൊക്കെ പോയി. എക്സസ് ആയ ഫുഡ് വേസ്റ്റ് അല്ലേ, പിന്നെ ലഭിക്കാതിരിക്കലും വിഷമമല്ല. അതുകൊണ്ട് അവർ ആദ്യം തന്നെ ഓർഡർ എടുക്കും. നല്ല ഫുഡാണ് ഇതിനകത്ത് കിട്ടുന്നത്. എൻ്റെ ആദ്യ ജേണിയിൽ ഒരു പ്രദേശത്ത് ഇറങ്ങിയിട്ട് നല്ല നാടൻ ഫ്രഷ്, സുഖമായ നാടൻ ഫ്രഷ്. ഈ കായലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങൾ ഒക്കെ തന്നെ മോമാണല്ലോ. പൊതുവേ ഒരു ശബ്ദവും കൊലകളൊക്കെ ഉണ്ടാകും. പക്ഷേ എല്ലാവരും ഫ്രണ്ട്ലിയാണ്. പിന്നെയും മൂഡ് ഓഫ് റിലാക്സിങ്. ആൻഡ് ദേ ഓൾ ആർ ജോൾട്ടിങ് വിത്ത് ജോയ്. സന്തോഷം കൊണ്ട് തുടിച്ചടയാണ് എല്ലാവരും. താഴെയൊക്കെ ഡെക്കിലൊക്കെ താഴെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഓരോ കാറ്റഗറിക്കും ഓരോരോ ആംബിയൻസാണ്. When you are going through the boat, you will get a different experience. അതെന്ന് റെസ്റ്റോറൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലാക്സിങ് സെൻറ്റർ, ഒരു 5-star റെസ്റ്റോറോ ഒക്കെ ഹോട്ടൽസാണെങ്കിൽ അത് വേറൊരു അറ്റ്മോസ്ഫിയർ. ഇവിടെ പ്രശസ്തമായ റാവിസ് ഹോട്ടലുണ്ട് കേട്ടോ. അവിടെയും ബോട്ടിങ്ങിനൊക്കെ സൗകര്യമുള്ള സ്ഥലമാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഹോട്ടലാണ്. കേരളത്തിൽ തന്നെ അല്ല, ഇന്ത്യയിലെ ഒരുപാട് ക്രിക്കറ്റേഴ്സ്, ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ വരുന്നൊരു ഹോട്ടലാണ്. ഓ, ഹീസ് റീത്തിങ്. അതാ ആ ബോട്ട് പോകുന്നുണ്ടോ? അതും വരാൻ വൈകുന്നേരമാവും. ഈ സീറ്റിലൊന്നും ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ ഇരിക്കത്തില്ല. അവർ പോയി അപ്പുറത്തേക്ക് സേഫായ സ്ഥലങ്ങളിൽ പോയി നിന്ന് കായൽ കാഴ്ചകൾ കാണാൻ. അദ്ദേഹമാണ് കണ്ടക്ടർ. ഈസ് കണ്ടക്ടർ. യാത്രകൾക്ക് പ്രായമൊന്നുമില്ല. ഏത് പ്രായത്തിലുള്ളവർക്കും ആസ്വദിക്കാൻ കഴിയുന്നതാണ് ജേണീസ്. ഫാമിലിയാണ് കൂടുതൽ കേട്ടോ. സൈറൻ മുഴങ്ങി യാത്രയുടെ സിമ്പൽ മുഴങ്ങി
നമ്മൾ അത് കേൾക്കുമ്പം വിദൂരത്ത് നിന്നൊരു കപ്പലിൻ്റെ ഹോൺ കേൾക്കുന്ന കണക്കുണ്ടല്ലേ. താഴെയും ഫുള്ളാണോ? ആ ഓക്കെ. അപ്പം 90 സീറ്റ് സീറ്റിംഗ് കപ്പാസിറ്റിക്ക് അപ്പുറം നാളെ കയറ്റത്തൊന്നുമല്ല കേട്ടോ. കാര്യങ്ങളാണ് പറയുന്നത്. വയനാട് കണ്ടത് ഈ പേടിക്കത്തക്ക കാര്യങ്ങളൊന്നും ബോട്ടിങ്ങിൽ ഇല്ലിപ്പോൾ. കാര്യം ഇപ്പം നല്ല റെയിനില്ല, കട്ടിയിട്ട് മഴയില്ല, കാറ്റില്ല. അങ്ങനെ ആയാൽ പോലും ഇതേപോലൊരു വാഹനം ചെയ്യാനും സേഫാണ്. കായലിലായതുകൊണ്ട് ഇത് കടലല്ലല്ലോ, ഇത് ആഴമുള്ള കായലിനേ ഉള്ളൂ. അതിൻ്റെ വണ്ടി റിവേഴ്സ് എടുത്ത് അപ്പുറം കാണുന്നത് ആ മരത്തിന് താഴെയായിട്ട് കാണുന്നത് KSRTC സ്റ്റാൻഡ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര ഏത് KSRTC ബസ്സുകൾ കിടക്കുന്നുണ്ട്, എവിടുന്ന് വേണമെങ്കിലും വന്ന് ഈ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ ഈ ബോട്ടിൽ അപ്രോച്ച് റീച്ചബിളാണ്. 11:30-ക്കാണ്. നെറ്റിലൊക്കെ ഇത് തപ്പിയാക്കിയിട്ടും സെർച്ച് ചെയ്താൽ കിട്ടും. എങ്കിലും ആ ഫോൺ നമ്പർ ഞാൻ താഴെ ഒന്നുകൂടി ഇടാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. ഇതാണ്ട് വെണ്ടർ ഓഫ് കട്ട്ലൈറ്റ്സ്, ജ്യൂസ് എക്സെട്ര ഈസ് കമ്മിങ് അപ്വേർഡ്സ്. പുള്ളി മുളയ്ക്ക് കയറിയ മധുരമുള്ളത് മധുരമില്ലാത്തതും പുള്ളി കൊടുക്കും. പുള്ളി നല്ലൊരു ചടക്കാണ്. ഓഫീസാണ് കാണുന്നത്. അവിടെ കുറേ ബോട്ടുകൾ കിടക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. റോയൽ ബോട്ടിലൊക്കെ ഉണ്ടല്ലേ, ഡെക്കറേറ്റഡ് ബോട്ടൊക്കെ. അതൊക്കെ ഓരോരുത്തർ സ്പെഷ്യലായിട്ട് പിടിക്കുക. ചിലതൊക്കെ തകർന്ന് കിടക്കുന്നുണ്ട്, കാലാവധി കഴിഞ്ഞ് തകർന്ന് വെള്ളത്തിൽ താഴെ കിടക്കുന്നു. നമുക്ക് മെയിൻ്റനൻസിന് കയറ്റിയിട്ടേക്കുന്നത്. അടുത്തൊരു പാലം, അത് പൂർത്തിയായിട്ടില്ല, അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലങ്ങ് പോയിട്ട് തോപ്പിൽക്കടവ് എന്ന സ്ഥലത്തേക്ക് KSRTC സ്റ്റാൻഡിനടുത്തുനിന്ന് വന്ന് തോപ്പിൽക്കടവിൽ കയറും. അപ്പോഴത്തേക്ക് വളരെ ഗതാഗത കുരുക്ക് കൊല്ലം ടൗണിൻ്റെ വഴി. അതെ, പാലത്തെക്കുറിച്ച് അവർ പറയുന്നത് അവിടെ ചെന്നിറങ്ങുന്ന സ്ഥലം ഇത് ഇവിടെ അവസാനിക്കുകയാണ്. ഈ പാലം ഫിനിഷായില്ല. ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് സ്ഥലം അക്വയർ ചെയ്തിട്ടില്ല. ഇവിടുത്തെ വീടുകളൊക്കെ ഇതൊക്കെ കൂടുതലും മത്സ്യത്തൊഴിലാളികൾ ബന്ധത്തിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവരാണ്. അടുത്തത് കടവൂർ പാലം. ഈ പാലമല്ല, അടുത്തൊരു പാലത്തിൻ്റെ താഴെപ്പുറ നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങും. അത് കടവൂർ പാലം എന്ന് പറയും. അതിൻ്റെ തീരപ്രദേശത്ത് ആ വശങ്ങളിലെല്ലാം ഞണ്ട്, കക്ക, കണവ, കൊഞ്ച് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് കിട്ടും. പ്രശസ്തമായ മറ്റൊരു നേരത്തെ പറഞ്ഞ റാവീസ് പോലെ ഒരു ജലദർശിനി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഉണ്ട് അവിടെ. കടവൂർ സെയിൻറ്റ് കാസ്മീസ് ചർച്ചുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശസ്തമായ സ്ഥലമാണ് കടവൂരിൽ ഒരു വലിയ ക്ഷേത്രമുണ്ട്. നിങ്ങൾ അവിടുത്തെ എടുപ്പുതിരയെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്ത് കിടക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് ഞങ്ങൾ കാണിക്കാം. അഡ്വഞ്ചർ പാർക്ക് കുട്ടികൾക്ക് കളിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഏത് മാനസികാവസ്ഥയുള്ളവർക്കും എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് ഫെസിലിറ്റീസ് അഡ്വഞ്ചർ പാർക്കിൽ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷവാന്മാരാണോ? അവിടെ ഈ ബോട്ട് സൗകര്യങ്ങളൊക്കെ കണ്ടിട്ട് ആണോ? നിങ്ങളൊക്കെ ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹമാണ്. സന്തോഷവാന്മാരാണോ? എല്ലാവരും ചേർന്ന് ഗംഭീര കൈയ്യടികളുടെ യാത്രയ്ക്ക് സ്പീഡ് ബോട്ടുകളാണത്. ധാരാളം ടൂറിസ്റ്റുകൾ പോകും. മുമ്പേ പോകുന്ന റൈഡ് ചെയ്യുന്നു, താഴെ പോകുന്നതിനെ കെട്ടി കൊണ്ടുപോകും. അതൊരിക്കലും നമ്മളതാകെ പേഴ്സൺസാണ് അത് റൈഡ് ചെയ്യുന്നത്. ഒരു വലിയ കാര്യം പ്രധാന വഴികളും അതിന് കുറച്ച് സബ് ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് അതിൻ്റെ വളരെ ഗംഭീരമായുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇന്ന് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട സഞ്ചാരികളെയും സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ CSRTC മനോഹരമായ യാത്രയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി കഴിക്കാൻ പറ്റുമോ? എല്ലാവരും മലയാളം മനസ്സിലാവുന്നവരാണല്ലോ അല്ലേ? ആരെങ്കിലും മലയാളം മനസ്സിലാകുന്നവരുണ്ടോ? ബംഗാളികളിലേക്ക് ആരെങ്കിലും മലയാളം മനസ്സിലാകുന്നവരുണ്ടോ? ആ ബോട്ട് നമ്മൾ സ്പീഡ് ബോട്ട് നമ്മൾ ചുറ്റിപ്പോകുന്നുണ്ട്. നമ്മളുടെ ബോട്ടിൻ്റെ മുമ്പിൽ കൂടെ കയറി ചുറ്റിപ്പോയി. അതൊക്കെ സാഹസികതകളാണ്. ജലോത്സവം നടക്കുന്ന അതേ ട്രാക്കിലൂടെ ചുണ്ടമളയിലെ കടവില്ലേ, ആ ട്രാക്കിലൂടെയാണ് നമ്മൾ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബോട്ടിന്റെ
ഇടതുവശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പാലം ഇങ്ങനെ പരമാവധിയായിട്ട് വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ യാത്രയായതുകൊണ്ട് തന്നെ ഈ ചില പ്രത്യേക രീതിയിൽ വേണം നമ്മുടെ യാത്രയെ നോക്കിക്കാണുക. ഞാൻ പറഞ്ഞതുകൊണ്ട് സുരക്ഷ വളരെ ജാഗ്രതയോടുകൂടിയിട്ടാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കാണുന്നത്. നിങ്ങൾ സീറ്റിന്റെ താഴെ സാധിക്കാൻ ലൈഫ് ജാക്കറ്റ് ലൈഫ് ജാക്കറ്റ് കണ്ടിട്ടില്ല? കാരണം നമ്മുടെ ഈ ബോട്ടിന്റെ വലിപ്പം ഡ്രാഫ്റ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നിരുന്നാലും ജലയാത്ര ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് ലൈഫ് ജാക്കറ്റ് എങ്ങനെ ധരിക്കുക എന്നുള്ളത് അറിയുക, അത് അത്യന്താപേക്ഷിതമാണ്. സൈഡ് വാർഡുകൾ നോക്കുകയാണെങ്കിൽ ചിത്രം ഉൾപ്പെടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എങ്ങനെ ധരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഇൻഫർമേഷൻ ഉണ്ട്. അതിനോട് അനുബന്ധിച്ചുള്ള ലൈഫ് ഫയർ എക്സ്റ്റിംഗ്വിഷർ അതിനുള്ള അമ്യൂണിറ്റീസ് ഒക്കെ നമ്മൾ അതിന്റെ യഥാർത്ഥ സ്ഥാനങ്ങളിൽ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഒരു കുടുംബശ്രീ വിളിക്കുന്ന ഭക്ഷണശാല ഉണ്ടല്ലേ, ഇപ്പൊ സന്തോഷമായില്ലേ? ഭക്ഷണത്തെ കുറിച്ച് അതിന്റെ സന്തോഷം വരില്ലേ? ഈ ഭക്ഷണശാലയിൽ ഇപ്പൊ രാവിലെ നമുക്ക് ചായ, സ്നാക്സ്, മറ്റ് സ്വീറ്റ്സ് ഒക്കെ അറിയാനുള്ളതാണ്. അതുപോലെ തന്നെ ഉച്ചഭക്ഷണം നിങ്ങൾക്ക് ഡോക്ടർ മുഖാന്തരം തീർച്ചയായിട്ടും ഭക്ഷണ ആവശ്യത്തിന് അതോടൊപ്പം തന്നെ ചായ ഇത് നമ്മൾ കടന്നു പോകുന്ന കടവൂർ പാലം. ഇത് തേവള്ളി കൊട്ടാരം കൊണ്ട് അതാണ് സബ്ജക്ട്സിന് ഒരു ക്യാൻറ്റീൻ സിറ്റുവേറ്റ് ചെയ്യുന്ന പ്ലേസ്. എൻ്റെ ഫാദർ ഒരു മിലിറ്ററി ഓഫീസറായിരുന്നു. അപ്പം ഞാനിവിടെ ഒന്ന് സാധനം അദ്ദേഹത്തിലൂടെ വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. എല്ലാം വളരെ ചീപ്പ് റേറ്റ്. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ആർക്കും പറയണ്ടല്ലോ. കള്ള് തൊട്ട് അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ ചീപ്പ് റേറ്റൊക്കെ ഉണ്ട്. ചൂണ്ടയിടുന്നുണ്ട്. അടിപൊളി മീൻ കിട്ടും. നല്ല ഒഴുക്കുള്ള സ്ഥലമാണ് ചൂണ്ടയിടുന്നുള്ളത്. ഇല്ല കാണുന്നതാണ് റാവിസ് ബിൽഡിങ്സാണ് കാണുന്നത്. അതിനിപ്പുറത്ത് കാണുന്നത് സെയിൻറ്റ് കാശ്മീർസ് ചർച്ച് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ആദ്യകാലത്തെ രൂപതയിൽ ആദ്യകാലത്തെ പള്ളിയാണത്. ഇതാ സാരഥി താഴെയുണ്ട്. ലോവർ ഡക്കിലുള്ള ആൾക്കാരത് ഓരോരോ സ്ഥലങ്ങൾ വന്ന് കാണുന്നുണ്ട്. ഇതിൽ കാണുന്ന ഇത് കണ്ടല്ലോ, നേരെ കാണുന്ന ഒരു ബോട്ട് ചാലിൻ്റെ മാർഗദർശിയാണ്. നമുക്ക് ഇതൊക്കെ നല്ല പച്ചപ്പാർന്ന പ്രദേശങ്ങളാണ്. ഇത് ആ ഭാഗത്ത് നിന്ന് കൊരിയപ്പുഴ വേസ്റ്റ് എന്ന് പറയും. ആ ഭാഗത്ത് ധാരാളം ചീനവലകളുണ്ട്. പോകുന്നിടയ്ക്ക് നമ്മൾ ചീനവല കാണിക്കും. അതുപോലെ കുറ്റിവലകൾ എന്ന് പറയുന്ന സാധനം, അത് നമ്മൾ ഈ പോകുന്ന ഈ കായലിൽ കുറ്റിവലയല്ല, ഇടകാടുകളിലെ കായലാണ്, ഇടയ്ക്കോട്ടുള്ള കായലുകളിലാണ് കുറ്റിവല എന്ന് പറഞ്ഞാൽ. കുറ്റികൾ നാട്ടി അതിൽ വല കെട്ടി മീൻ പിടിക്കുന്ന സമ്പ്രദായം. അതൊക്കെ ഇന്ത്യ ഉത്തമമായ ഒരു കലാസൃഷ്ടി. ഇത് വലിയ ബോട്ട് യാത്രികർക്കും സങ്കല്പമൊക്കെ മനുഷ്യൻ്റെ ഭാവനയിൽ ഉയർന്ന സങ്കല്പ ഭാഷ കൊള്ളാം. ഗാനം പാട്ടാണ് കാണാം. നല്ല കാറ്റ് വീശി തുടങ്ങി. ഗാനം കഴിഞ്ഞു. പഴംപൊരി കട്ട്ലറ്റ് എത്തി. വേണമെങ്കിലാകാം. പഴംപൊരി കട്ട്ലറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പഴംപൊരി നല്ല ടേസ്റ്റ് ഇല്ലേ? സംഭവം സത്യം, നല്ല ടേസ്റ്റ്. വെളിച്ചെണ്ണയും വ്യക്തമാണ്. പാമോയിലല്ല, വെളിച്ചെണ്ണ പരിക്കുന്നതാണ്. കൊള്ളാം. പക്ഷെ 15 രൂപ കൂടുതലാണ്. തീരദേശാനുബന്ധിയായിട്ടുള്ള കുറേ ഐസ് പ്ലാന്റുകൾ, ബിസിനസ് എഡിറ്റേഴ്സ്, ടൂറിസ്റ്റ് സെൻ്ററുകൾ എല്ലാം സ്വകാര്യ വ്യക്തികളുണ്ട്. ആ ബോട്ടുകളായിട്ടുള്ള സാധനങ്ങൾ, അത് തോപ്പിക്കട എന്ന് പറയും. ഒരു പാട്ട്.
മുക്കാട് അതാണ്ട് ഈ കടന്നു പോകുന്ന പ്രദേശം ആരവിളയാണ്. ആരവിള എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലായിടത്തും ഈ തീരപ്രദേശം മൊത്തം ഫിഷിംഗ് ബോട്ടുകളുടെ ബഹളമാണ്. ഫിഷിംഗ് ബോട്ടുകളുടെ റെസ്റ്റിംഗ് പ്ലേസ്. ഇവർ കടലിൽ പോയിട്ട് വന്ന് വിശ്രമിക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞ് കരയ്ക്ക് ഒന്ന് ചരക്ക് കയറ്റി നിറച്ച് ഭക്ഷണം ഉൾപ്പെടെ ചില ബോട്ടുകൾ ഒരു മാസം വരെയൊക്കെ കടലിൽ കിടക്കുന്നുണ്ട്, ചിലതൊരാഴ്ചയുണ്ട്, ചിലത് അന്നന്ന് കയറുന്നതുണ്ട്. പലതരം ബോട്ടുകളാണ്. അല്ലെങ്കിൽ ഈ ബോട്ടുകൾ എല്ലാം വന്ന് ഷെൽട്ടർ ചെയ്യുന്ന സ്ഥലം. അതായത് ഈ തീരപ്രദേശം മൊത്തം ഇവിടുന്ന് ആരവിള, മുക്കാട് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മൊത്തം വന്ന് തീരദേശത്ത് വന്ന് അതിനോടനുബന്ധിയായിട്ട് ഒരുപാട് വ്യവസായങ്ങൾ നടക്കുന്നുണ്ട്. അതായത് അവർക്ക് ചരക്ക് കൊടുക്കാനും പലചരക്ക് സാധനങ്ങളായാലും സ്റ്റേഷനറി ഐറ്റംസ്, ബേക്കറി ഐറ്റംസ് ഒക്കെ ആയിട്ട് ജീവിക്കുന്ന, അതുമായി അനുബന്ധമായി ജീവിക്കുന്ന 17,000 ആൾക്കാരാണ്. ഇതൊരു ചെറിയ ബിസിനസ്സല്ല. ഈ കേരളത്തിൻ്റെ വരുമാന സ്രോതസ്സിലും മുഖ്യമായ ഒരെണ്ണം. ആ കാണുന്നത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന പാലം കാവനാട് കുരിയപ്പുഴ പാലം, ബൈപ്പാസ് പാലം. കാവനാട് കുരിയപ്പുഴ ബൈപ്പാസ് പാലമാണ്. ഇതാ കാണുന്നുണ്ട്. ഞാൻ ഇച്ചിരി മുമ്പോട്ട് പിടിക്കാം. കണ്ടോ ആ ദൂരെ കാണുന്നത്. അടുത്ത 5 ജീവനക്കാരുണ്ട്. അതിലൊരാളാണ് പോകുന്നു പോയത്. സെക്യൂരിറ്റി അവർ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് മുകളിലൊക്കെ നോക്കുന്നുണ്ട്. അവർ ആരെങ്കിലും അപകടകരമായി നിൽക്കുന്നുണ്ടോ എന്നൊക്കെയാണ്. 2 പേരുടെ ഇതും ഇദ്ദേഹത്തിൻ്റെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ 2 ബർത്ത്ഡേ ഇവിടെ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു. ഇത് വലിയ അസുലഭമായിട്ടുള്ള മുഹൂർത്തമാണ്. കാര്യം ഒന്ന് ആലോചിച്ചോക്കെ, വിവിധങ്ങളായിട്ടുള്ള ഒരു പാടിക്കും കേട്ടെ 2 സ്പൂൺ പിടി, 2 പിടി. ഗീത ആ 2 മോളി ഗീത. ഗീത മോളിയുടെയും ഗീതയുടെയും ബർത്ത്ഡേ. ഇതിൽ പരമൊരു എൻ്റർടൈൻമെൻ്റ് ഇല്ല. ഇത്രയും പേര് യാതൊരു പരിചയമില്ല എന്നാൽ പരിചയപ്പെടുന്ന ഇത്രയും പേരുടെ മുന്നിൽ നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കും. ഏറ്റവും കൂടിയ എത്ര രൂപയാണ് മഞ്ചിന്? മഞ്ച് എത്ര ഇത്രയേ ഉള്ളൂ. ലോഡ് ഇറക്കാൻ പറ്റുമോ? മാഡത്തിന് പൈസ മേടിക്കാൻ എല്ലാ പ്രിയപ്പെട്ട സഞ്ചാരികൾക്കും ഏറ്റവും നല്ലൊരു ജന്മത്തിൽ നമ്മൾ മറക്കുന്നത്. ആകെ ഞങ്ങൾ 4 പേരല്ലേ. ഇത്രയും പേര് ഇതാ അവിടെ സിസ്റ്റർ, ഇത്രയും പേരുടെ കൂടെ നമുക്ക് കൂടെ അങ്ങോട്ട് നായിക്ക് അടുത്തോട്ട് വിടി. അടുത്തോട്ട് വിടി. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഒത്തിരി നന്ദി പറയുന്നു. നിങ്ങളുടെ മുഹൂർത്തം ഞങ്ങൾക്ക് തന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ അസുഖം നിറഞ്ഞു. ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ
താങ്ക് യു ഓൾ. വലിപ്പത്തിൽ രണ്ടാമതും ആഴംകുടിയ കായലിൽ ഒന്നാമതുമാണ് അഷ്ടമുടി കായൽ. ആ അഷ്ടമുടി കായലിനകത്ത് നടുക്ക് നിൽക്കുന്നുണ്ടോ കുറച്ച് വള്ളങ്ങളോ കുറച്ച് ആൾക്കാരൊക്കെ സാമ്പ്രാണിക്കോടി തുരുത്ത് എന്ന് അറിയപ്പെടുന്നു. അത് ഇതാ കാണുന്നത് പ്രശസ്തമായ കുരിപ്പുഴ പള്ളി. ഈ സാമ്പ്രാണിക്കൊടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യ കാലഘട്ടത്തിൽ പത്തേമാരികൾ ഇവിടെ അടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പത്തേമാരികളെന്ന് പറഞ്ഞാൽ വലിയ വലിയ ബോട്ട്, ഇതുപോലുള്ള വലിയ ബോട്ടുകൾ അന്ന് കടൽ മാർഗം വരുന്ന വഴി ഇവിടെ അടുത്തിരുന്നു എന്നാണ്. പിന്നീടാണ് മുട്ട് മുട്ടെന്ന് പറഞ്ഞാൽ വെള്ളം കയറി കര നശിപ്പിക്കാനൊക്കെയാണ് തടസ്സം. നമ്മൾ സർക്കാരായിട്ട് വെക്കുന്ന കാര്യം, അല്ലെങ്കിൽ ആ തീരദേശം മൊത്തം നശിച്ചു. അങ്ങനെ ചെയ്യുന്ന മുട്ട് വന്നതിന് ശേഷം സത്യമാരികൾ വരവ് കുറഞ്ഞു. നോക്കാം, ഇല്ല അവിടെ നിന്ന് പോകുന്നത് സാമ്പ്രാണിക്കുടി നിന്ന് പോകുന്ന ലൈൻ ബോട്ടാണ്. കേരള സർക്കാരിൻ്റെ റെഗുലർ സർവീസിങ് ബോട്ടാണ്. അവിടെ ബസ് കിടപ്പുണ്ട്. ഇതൊരു സാമ്പ്രാണിക്കുടിയിലെ കുരിശടിയാണത്. അത് ബോട്ട് കെട്ടിയാണ്. അവിടെ നല്ല ഹോട്ടൽസൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ സെറ്റപ്പാണ്. ഒരുപാട് ആൾക്കാർ നേരത്തെ അറിയിച്ചിട്ടേ വരാം. അവിടെ ഇവിടുന്നാണ് DTDC ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലുള്ളതാണ് ഈ സാമ്പ്രാണിക്കുടി തുരുത്ത്. അവിടേക്ക് പോകാൻ അവിടുന്ന് മാത്രമേ അനുവാദമുള്ളൂ. അവിടുന്ന് മാത്രമേ ടിക്കറ്റ് എടുത്ത് അവിടെ കൊണ്ടുപോകും. സ്വകാര്യ വ്യക്തികൾക്കൊന്നും പോകാൻ പറ്റത്തില്ല. അതിന് പണ്ട് അവിടെ ഇത് തുറന്നിടയ്ക്ക് ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. അതിനുശേഷം സർക്കാർ വളരെ കർക്കശമാണ്. വന്ന് കിടക്കുന്ന ബോട്ടുകൾ, വള്ളങ്ങളും, അതുപോലെ തന്നെ നോക്കുക കാറുകളുടെ എത്രമാത്രം ടൂറിസ്റ്റുകൾ, ബസ്സുകളും. അല്ല അല്ല ഇത് കുരിപ്പഴപ്പള്ളി ഇതുകൊണ്ട് ഇതോ അങ്ങ് അറ്റം കാണുന്നത്. ഇത് പ്രാക്കുളം കുരിശടി അങ്ങ് അറ്റം കാണുന്നതാണ്. യെസ്, പ്രാക്കുളം പള്ളിയല്ല, അത് പ്രാക്കുളം കുരിശടി, സാമ്പ്രാണിക്കൊടി കുരിശടി. അങ്ങ് അയ്പ്പുഴ, അയ്പ്പുഴ കുറച്ചുകൂടെ വടക്കോട്ട് പോകണം. അത് കുരിപ്പുഴ, കുരിപ്പുഴ പള്ളി. അതാ ആ നേരെ കാണുന്ന ഡെസ്റ്റിനേഷൻ ചവറത്തെക്ക ഭാഗമാണ്. അവിടെ ആ തീരത്തൊരു പള്ളിയുണ്ട്. സൂം ചെയ്താലേ കാണാൻ പറ്റും. പേരെന്ന് പറയണേ? പേര് പോൾ. അഷ്ടമുടി. ഓക്കെ. സി അഷ്ടമുടിയിലെ ലീല ഫുഡ്സിൻ്റെ കാറ്ററിംഗ് ആണ് നമ്മൾ ചെയ്തത്. ലീല ഫുഡ്സ് ആണല്ലേ? വീണ്ടും ചീനവര ഒന്നുകൂടെ കാണിക്കാം. അതാണ് ചീനവര. ഗീതയുടെയും മോളിയുടെയും ബർത്ത്ഡേ ഗാനമേള നടക്കാണ്. അപ്പോൾ നോക്കുക, നമ്മൾ ഇതിനകത്ത് വ്യത്യസ്തമായ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ, ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർ, പിന്നെ യാത്ര ചെയ്ത് കിഴക്കവും കിഴക്കവും വന്നവർ, ഈ തീരപ്രദേശത്ത് തന്നെ താമസിക്കുന്നവർ, കാവനാട്, അരവിള, മുക്കാടൊക്കെ അടുത്തടുത്തുള്ള ആൾക്കാർ, അങ്ങനെ എത്രയോ പേരുണ്ട്. അപ്പം എത്രയും അറിയാത്ത വ്യക്തികളുമായിട്ട് ആഘോഷം. അതാണ് അറിയാത്ത വ്യക്തികളെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നദ്യാഗമിക്കുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമെന്നാണ്. നമ്മളിങ്ങനെ ഒഴുകി പോയിക്കൊണ്ടേയിരിക്കുന്ന അല്പകാല ജീവിതത്തിനിടയ്ക്ക് എവിടെയെങ്കിലും തട്ടിത്തടയുന്നു, പിന്നെയും മുന്നോട്ട് ഒഴുകുന്നു. അതിനിടയ്ക്ക് കാണുന്ന അസുലഭമായ നിമിഷങ്ങളായിട്ടൊക്കെ ഈ സന്തോഷമൊക്കെ. അപ്പോൾ എന്താ സത്യത്തിൽ തന്നെ ബേലാറിൻ്റെ ചോദ്യം, ബന്ധുവാര് ശത്രുവാര്? നമ്മളുടെ മനസ്സ് നന്നാണെങ്കിൽ നമുക്ക് എല്ലാവരും ബന്ധുക്കളാണ്. ഇത്ര ശക്തമായതുകൊണ്ട് ലോകത്തിൽ നടക്കുന്ന എന്താണെന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അവരുടെ പണ്ട് കാലഘട്ടത്തിലുള്ളതും ഇപ്പോഴത്തുള്ളതുമായ ഡിഫറൻസാണ് അവർ വലിയ പ്രകടമാക്കുന്നത്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, പണ്ട് ജോലി സാധ്യതകൾ കുറവായിരുന്നെങ്കിലും ജോബ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഒരുപാട് പേര് നിലനിൽപ്പിനുള്ള സംരംഭം. ഒരു ക്വാളിഫിക്കേഷൻ വേണം. അതായത് MCA ഫോർ എക്സാമ്പിൾ, ഒരു വേക്കൻസി ഉണ്ട്, MCAക്കാരനെ എടുക്കുമെന്ന് പറഞ്ഞാൽ ആകെ ഒഴിവ് 2 ആയിരിക്കും. വരുന്നത് 1000-5000 പേരായിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് അതാ അവർ ഡിസ്കസ് ചെയ്യുന്ന കാര്യം.
ഒരാൾ ബ്രൂണോ, മറ്റൊരാൾ ആൽബർട്ട്. Yes, carry on. വിശാലമായ കായല, വളരെ വിശാലമായ കായല. ഇഷ്ടംപടി ഇതാണ് പടിഞ്ഞാറ് സൈഡ്, തെക്കും ഭാഗം, തോലുകടവ്, കോയിവിള, അങ്ങനെ പോകുന്ന പ്രദേശമാണ്. ആ ഇടത് നിന്ന് വലതുപോട്ട് പോകുകയാണ്. ക്രമമായിട്ട് പറയുകയാണെങ്കിൽ തെക്കും ഭാഗം ഇത് തന്നെ ഞാറമ്മൂട്, പാവുമ്പ, കോയിവിള, പാമ്പയ്ക്ക് മുമ്പ് തോലുകടവ്, അങ്ങനെ പോകും. അതുവഴി മൺട്രോത്തുരുത്തിലേക്ക് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. ഈ കിഴക്ക് ഭാഗം പറയുകയാണെങ്കിൽ അഷ്ടമണി കഴിഞ്ഞ് നമ്മൾ പ്രാക്കളവും അഷ്ടമണിയും കഴിഞ്ഞ് അങ്ങനെ പോവാം. വെള്ളിമൺ, ചെമ്മക്കാട് ആ പ്രദേശമൊക്കെ അങ്ങോട്ടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വർഷം അമ്പലങ്ങളുണ്ട്. ഇവിടെ പ്രശസ്തമായ വീരഭദ്ര ക്ഷേത്രമുണ്ട് ഈ ഭാഗത്ത്, ഈ കിഴക്ക് ഭാഗത്ത്. ഊരള്ളലിന് പ്രശസ്തമാണ് 28 ഓണത്തിന്. ഇത് മണലിൽ ചർച്ചാണ്. ഈ തീരദേശത്ത് മൊത്തം അങ്ങനെ ഒരുപാട് ആരാധനാലയങ്ങളുണ്ട്. തെക്കും ഭാഗത്ത് അപ്പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ തെക്കുംഭാഗം ചർച്ച്, ലൂർദ്പുരം ചർച്ച്, പനിക്കത്തോടി ഭഗവതി ക്ഷേത്രം, അമ്മയാർ കോവിൽ, അതുപോലെ അവിടെ ശിവക്ഷേത്രം, അങ്ങനെ ഒരുപാട് ഡെസ്റ്റിനേഷൻ. രണ്ട് വശങ്ങളിലും നല്ല ഭക്ഷണം, ആൾക്കാർ ഭക്ഷണം, നല്ല സുന്ദരമായ ഗ്രാമീണ ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾ ഒക്കെയാണ്. ഞാനൊരു സാധനം കാണിക്കാം. അതൊരു ഭക്ഷണത്തിൻ്റെ ടോക്കണ്. അവിടെ ചെല്ലുമ്പോൾ ആ ഹോട്ടലിൽ ഇത് കൊടുക്കുക. ഭക്ഷണത്തിൻ്റെ ടോക്കണാണ്. ഫുഡ് കയറ്റുക. വണ്ടി കൊണ്ടുവന്നിട്ട് ഫുഡ് ഐറ്റംസ് കയറ്റുക. കണ്ടോ, ഇത് സെർവ് ചെയ്യുമ്പോൾ ബാക്കി കാണിച്ചു തരാം. ചേട്ടൻ്റെ പേരെന്തോ? വെള്ളം, സ്നാക്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ക്യാൻറ്റീൻ രവി അല്ലേ? ഓക്കെ. ഭക്ഷണത്തിൻ്റെ എല്ലാം ഉണ്ട്. ചായ, കോഫി എല്ലാം ഉണ്ട്. കപ്പ, മീൻകറി, കക്ക, നെത്തോലി, ചിക്കൻ, മട്ടൻ എല്ലാം ഉണ്ട്. ഡെസ്റ്റിനേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലാണ്. മോൻ്റെ പേര്? എവിടെ സ്ഥലം? എവിടെ പഠിക്കുന്നു? ഏത് ക്ലാസ്? ഓക്കെ, താങ്ക് യു. പേരെന്തോ? സുമേഷ്. ഓക്കെ.
ശാന്തമാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഒരു ബിസിയാണ്. അപ്പോൾ ഏർപ്പാട്ടൊക്കെ സ്റ്റോപ്പായിട്ടുണ്ട്. ആൾക്കാർ കുറേ പേര് താഴെ പോയി. ഭക്ഷണം നമ്മുടെ സീറ്റിൽ അവർ കൊണ്ടുതരും. നല്ല കാറ്റാണ് കേട്ടോ, സുന്ദരമായ കാറ്റ്. അതാണ് മേൽക്കൂര ഉള്ള ഒരു യാനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ കായലിലെ യാത്ര അതിമനോഹരം. ഫുഡ് ഐറ്റംസാണ് ഇത് ഇരിക്കുന്ന, എല്ലാം സ്നാക്സാണ്, എല്ലാം സ്നാക്സ്. ഇനി ഫുഡിലേക്ക് നമ്മൾ പോകാം. നോക്കും കണ്ടല്ലോ, കരിമീൻ മോളെ കഴിക്കുമ്പോൾ ഞാൻ ബാക്കി കാണിച്ചു തരാം. വരുന്നുണ്ട് ആദ്യം മുളോട്ട് നോക്കി വരിക. ടോക്കൺ അനുസരിച്ച് ഫുഡ് മുളോട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് 4 ഊണ്, 2 കരിമീൻ, അതെ, ആ, ഒരു കക്ക, അതെ, ഒരു കപ്പ. ഓക്കെ. നിങ്ങൾ ചിക്കൻ ബീഫ് അങ്ങനെ കൺഫ്യൂഷൻ ആവും. ബോട്ടിൻ്റെ പിന്നാലെ നടന്ന് മീൻ ചാടുന്നുണ്ട് കേട്ടോ. മീൻ ചാടുന്നുണ്ട് ചാടി മത്സ്യം ചാടുന്നു. മത്സ്യം നല്ലപോലെ മത്സ്യം ചാടുന്നുണ്ട്. അത് കൊത്തിക്കൊണ്ട് പോകാനായിട്ടാണ് ആ കൊക്ക് പിന്നാലെ പരുന്തുമൊക്കെ പറന്നു വരും. അതിലൊന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം കണ്ടോ. കണ്ടിട്ട് എവിടെ നിന്നും വേണമെങ്കിലും കഴിക്കാം. സ്പെഷ്യൽ ഐറ്റംസാണ് ഇതൊക്കെ. ബീഫ്, കക്ക, കരിമീൻ പൊരിച്ചത്, ചീനി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണത്. ഇത് കല്ലടയാറും അഷ്ടമുടി കായലും കൂടെ ചേരുന്ന സ്ഥലമാണത്. കിഴക്ക് വശത്തെ കാണുന്നത് കണ്ടോ, കിഴക്ക് വശം കാണുന്നത്.